പുള്ളെടുത്തോടാ സമയമില്ലേ എന്നാ വിട്ടൂടെ അല്ലടാ നമ്മള് 4 ഐക്കൽ പ്ലെയർ വരാണ്ട് എന്റെ കളിച്ചൂടെ അല്ല ജാസേ നീ എന്ത് വർത്താനം പറയുന്നത്? എപ്പൊ അവരെ താങ്ങിയിരിക്കുന്ന നിൽക്കലെന്നെ, എപ്പൊ നമ്മൾ തന്നെയല്ല അവരെ കാത്തിക്കുന്നത്. ഇനിയിപ്പൊ അവരില്ലെങ്കിൽ എന്താ നമുക്കെന്താ കളിച്ചാൽ കളി ജയിക്കാൻ പറ്റൂലേ? രണ്ടെങ്ങനെ പോവാൻ ഓറലെ ഇത്രയും കാലം കളിയല്ലേ ജയിപ്പിച്ചു. പണ്ട് ഇതേപോലെ തന്നെ ഒരു സിറ്റുവേഷനില് സൂപ്പർ ലീഗിലുണ്ടല്ലോ, മുജീബ് ഒറ്റക്ക് നിന്നിട്ടാണ് കളി ജയിപ്പിച്ചത്. അന്ന് ഓനിക്ക മാൻ ഓഫ് ദ മാച്ച്. അതൊന്നും ഞാൻ മറക്കില്ല. ഞാനൊന്നും ഇപ്പോഴത്തെ പറയണ്ട, അതിൽ കൂടെ നടക്കുന്നല്ലേ മുണ്ടാണ്ടിക്കടോ. അതുകൊണ്ട് ഒരാളെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം. മുജീബിന് എനിക്ക് വിശ്വാസം, നിങ്ങൾക്ക് ആ വിശ്വാസം ഉണ്ടെങ്കിൽ ഈ കളി നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ കളി ജയിപ്പിച്ചിട്ടാ ഞാൻ പോകും. എപ്പോലെ മുലായിച്ചിരിക്കില്ല. ഒരു ഓവറിൽ 3 റണ്ണുണ്ട്. സിംഗിൾ ഞാൻ എടുക്കും, ബാക്കി 6 അടിച്ചിട്ട് നീ ജയിപ്പിച്ചോ. അത് ഞാൻ ഏറ്റു. ഓക്കേടാ. മുജീബേ സിംഗിൾ ഒന്നും എടുക്കണ്ട. ധോണി അടിക്കുന്ന 6 അടിക്കാ ജയിപ്പിക്കാം. ഓക്കെ ഓക്കെ. എടാ ഇങ്ങനെ അറിയണേ, നിന്റെ ഒരു ബോളിൽ 2 റൺസ്. സുനീറെ എനിക്ക് പറ്റും തോന്നില്ല. അവന്റെ ബോൾ കണ്ണെന്ന് പൊന്നീച്ച് പോയി. എനിക്ക് നടക്കൂല. ഞാൻ സിംഗിൾ എടുത്തരാം. ഡ്രോയിങ് പിടിക്കാനാ കളി. അല്ല ചങ്ങായി, ഇനി ഡ്രോ ഇട്ട് കഴിഞ്ഞാൽ ഇന്ന പിള്ളേർ വെറുതെ വിടുന്നു തോന്നുന്നുണ്ടാ. നീ 6 അടിച്ച് ജയിക്കല, അത് മാത്രമേ നമ്മളെ മുമ്പിലുള്ള ഒരു വഴി. നിനക്ക് പറ്റൂടാ. രണ്ട് പുല്ലന്മാരിറക്കി കളിയും തോപ്പിച്ചിട്ട് നീ അല്ല പറഞ്ഞ വലിയ കളിക്കാരനാണ്. ഒരു ഓവറിൽ 2 റൺസ് വരെ എടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഞാൻ എന്താക്കാനാ? സിംഗിൾ എടുത്താൽ ജയിക്കുന്ന കളിയല്ലേ. ഓനിക്ക് 6 അടിച്ച് ജയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താക്കാനാ? ഓ ഷോ ഓഫ് ആക്കിയല്ലേ. കളിക്കാനോട്ട് ഞാൻ സിംഗിൾ എടുക്കാന്ന് പറഞ്ഞല്ലേ, എനിക്ക് ജയിപ്പിച്ചൂടെ? സിംഗിൾ എടുക്കാണ്. എന്നിട്ട് വേണം ഞാൻ ബോൾ റിട്ടേൺ ആക്കിയിട്ട് ഞാൻ തോപ്പിച്ചെന്ന് പറയാണ്. ഇതാവുമ്പോ ഞാൻ എന്താ സേഫ് ആയില്ലേ, എല്ലാ കുട്ടി എന്റെ തലയിലായില്ലേ. നീ വരുന്നിന്റെ കാര്യം നീ എനിക്ക് പണിയാന്നല്ലേ. സുഖമായിരുന്നു. ഓന്റെ ബോളെല്ലാം കാണുന്നില്ല പിന്നെയാണ്.